നമസ്കാരം, ഹരീഷാണ്. നമുക്ക് കോവിഡ്-19 വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ നിലവിൽ നമ്മുടെ പ്രവാസികളെയും വിദേശങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ടാവുമല്ലോ. നിലവിൽ പ്രയോറിറ്റി വാക്സിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന മറ്റ് അസുഖങ്ങളുള്ള ആളുകളെയായിരുന്നു. അത്തരക്കാർക്ക് നിലവിലും ചെയ്യാനുള്ള അവസരമുണ്ട്. ആർക്കെങ്കിലും ഫോം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വീട്ടിലെത്തിച്ച് തരാം. നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെയോ ആയുർവേദ ഡോക്ടറെയോ ഏതെങ്കിലും ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സൈൻ ഉണ്ട് വെച്ചെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റ് പ്രകാരം വാക്സിൻ ലഭിക്കും. അപ്പോൾ വാക്സിൻ എങ്ങനെയാണെന്ന് രജിസ്റ്റർ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുക. നമുക്ക് ആദ്യമായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ബാറിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ അഡ്രസ്സ് ഞാൻ മെസ്സേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും, കണ്ടോ, ഇൻഡിവിജ്വൽ റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഗെറ്റ് OTP കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ OTP ചോദിക്കും. ആ OTP ഇവിടെ അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ OTP വെരിഫൈഡ് എന്ന് കാണിക്കും. ഓക്കെ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. യോഗ്യതാ ഗ്രൂപ്പ് അത് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന അസുഖമുള്ള ആളാണോ അതല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന ആളാണോ എന്ന് ചോദിക്കുന്നത്. അതായത് ജോലിക്ക് പോകുന്നതോ പഠിക്കാൻ പോകുന്ന ആളാണോ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പേര് കൊടുക്കുക. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുക. നമ്മുടെ ജനിച്ച വർഷം കൊടുക്കുക. പിന്നെ ഏജ് ഗ്രൂപ്പ് തന്നെയാണ്. വാക്സിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ചില ആളുകൾ ഇതിൽ PHC കോട്ടോപ്പാടെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടോപ്പാടല്ല കേട്ടോ. ഒരിക്കലും ഇത് കൊടുക്കാണ്ടിരിക്കുക. നമ്മുടെ പട്ടിത്തറ പഞ്ചായത്തിൻ്റെ കോട്ടോപ്പാടാണ് ശരിക്കും. ഇതിൽ PHC പട്ടിത്തറ എന്നായിരിക്കും പേര്. ഇതാണ് PHC കോട്ടോപ്പാടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാലക്കാട് അവിടെ നിന്ന് കോട്ടോപ്പാടുണ്ട്, അവിടേക്കായിരിക്കും നിങ്ങളുടെ വാക്സിൻ പോവുക. മുന്നൊരാൾ ഇതേ രീതിയിൽ ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിലേക്കാണ് വാക്സിൻ രജിസ്ട്രേഷൻ ആയത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. PHC കോട്ടോപ്പാട് നമ്മുടെ കോട്ടോപ്പാടെന്നുള്ള ഹോസ്പിറ്റലല്ല. കോട്ടോപ്പാടെന്നുള്ള ഹോസ്പിറ്റൽ PHC പട്ടിത്തറയാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ചോദിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ എന്താ വെച്ചാൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ പാസ്പോർട്ടിൽ വിസ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, ആ വിസ ഉള്ള പേജ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് എൻ്റർ 14 ഡിജിറ്റ് കോവിൻ റെഫറൻസ് നമ്പർ ചോദിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ പ്രയോറിറ്റി വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ ആദ്യം കോവിനിൻ്റെ സൈറ്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് സെൽഫ് രജിസ്ട്രേഷൻ .cowin.gov.in. ഈ ഫസ്റ്റ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഫുൾ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ എങ്ങനെ നടത്തുകയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 14 അക്കങ്ങളുടെ നമ്പർ എവിടെ കിടക്കാതെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് ഞാൻ രജിസ്റ്റർ ചെയ്തതാണ്. ഈ റെഫറൻസ് നമ്പർ ഉണ്ടല്ലോ,
ഈ റെഫറൻസ് നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ആ കോവിഡിൻ്റെ റെഫറൻസ് നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പാലക്കാട് പോയിട്ട് DMOയുടെ ഓഫീസിൽ നിന്ന് അവർ രേഖകളൊക്കെ പരിശോധിച്ച ശേഷം അപ്രൂവൽ തരും. അങ്ങനെ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്രൂവായി ഇന്ന സമയത്ത് ഇന്ന നേരത്ത് പോയി കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ആ സമയത്ത് ആ മെസ്സേജും ഒറിജിനൽ ആധാർ കാർഡും കയ്യിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്സിൻ കിട്ടും. ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തു തരാം. ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കുക, സുരക്ഷിതരാകുക.